Hello, hi everyone. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് GST റിഫോംസിനെ കുറിച്ച്. സോ വാട്ട് ഇസ് GST 2.0? എന്തൊക്കെ ചേഞ്ചസ് ആണ് അത് കൊണ്ടുവന്നത്? ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. So GST, we know that it was introduced by the 101 Constitutional Amendment Act of 2017. ഒരു മിഡ്നൈറ്റിലാണ് അത് കൊണ്ടുവന്നത്. അതൊക്കെ എല്ലാവരും കണ്ടതാണ്. ഒരു clear-cut tax force ആണ് played a very pivotal role in the implementation of GST. എന്താണ് GST 2.0 എന്ന് പറയുന്നത്? What is next generation reforms? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിലാണ് ഒരു ദീപാവലി ഗിഫ്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്ത കാര്യമാണ് നെക്സ്റ്റ് ജനറേഷൻ റിഫോംസ്. അതുകൊണ്ട് തന്നെ ഈ GST 2.0 കുറച്ചൊരു യൂണിഫോമിറ്റി, ടാക്സ് യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ഇതാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സസ് എന്ന് പറയുന്നത്. ഈ ടാക്സ് യൂണിഫോമിറ്റിക്ക് വന്ന് കുറച്ച് ചേഞ്ചസ് ഉണ്ടാവുന്നു. ആ ചേഞ്ചസ് ഇറ്റ് വിൽ ബിഗിൻ ഫ്രം 22nd of September. And what is the relevance of this date? 22nd September. This is the first day of Navaratri. അപ്പൊ ഇതിനൊരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അത് കൂടാതെ തന്നെ നമ്മുടെ നാട്ടിൽ കൺസപ്ഷൻ ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ആവുന്നത് എപ്പോഴാണ്? ഫെസ്റ്റിവൽ സീസൺസിലാണ്. And that's also the significance of this date. So it was given as a Diwali gift to us. So what does it talk about? എന്താണ് ഈ GST 2.0? നേരത്തെ നിങ്ങൾക്കറിയാം പല തരത്തിലുള്ള ഇൻഡയറക്റ്റ് ടാക്സസ് were there in existence. ഈ ഇൻഡയറക്റ്റ് ടാക്സസിനെ എല്ലാം അങ്ങനെ ഒരുപാട് ടാക്സസ് ഉണ്ടായിരുന്നു. ഇതിനെല്ലാം കൂടി യൂണിഫോം ചെയ്ത് ഒരു യൂണിഫോം ടാക്സ് റേറ്റ് കൊണ്ടുവന്നതാണ് GST. അപ്പൊ അന്ന് 4 ടയേഴ്സ് ഓഫ് ടാക്സസ് ആണ് ഉണ്ടായിരുന്നത്. 4 ടയേഴ്സ് ഓഫ് ടാക്സസ് were there, 4 tax slabs were there, which were there 5%, 12%, 18% and 28%. ഈ 4 ടയർ സിസ്റ്റത്തെ മാറ്റി ഇപ്പോ ഒരു 2 slab structure ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. And that is 5% taxes and 18% taxes. അതായത് മുമ്പ് 12% ഉണ്ടായിരുന്ന 90% of the items ഇപ്പൊ 5% ടാക്സ് റേറ്റിലേക്ക് വരുന്നു. മുമ്പ് 90% of the goods that fall under 28% taxes അതിപ്പം 18%ലേക്ക് മാറ്റി. അത് കൂടാതെ തന്നെ ഈ 5% and 12% കൂടാതെ തന്നെ there is a 40% rate only for super luxury sin and demerit goods. അപ്പം 40% റേറ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഒന്ന് സിൻ ഗുഡ്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ടൊബാക്കോ, ആൽക്കഹോൾ, ഇതുപോലുള്ള പാൻ മസാല, ഇതുപോലുള്ള ഗുഡ്സ് ആണ് സിൻ ഗുഡ്സ് എന്ന് പറയുന്നത്. അതോടൊപ്പം സൂപ്പർ ലക്ഷറി, അൾട്രാ ലക്ഷറി ഗുഡ്സിനും ഈ 40% ടാക്സ് സ്ലാബിൽ വരും. ഓക്കെ, ഇതാണ് ന്യൂ ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് അണ്ടർ GST 2.0. So എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്? You know that there were a lot of taxes which were there in existence. ഇതിനെല്ലാം ഒരുമിപ്പിച്ച് ഒരു യൂണിഫോം ടാക്സ് റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ GST എന്ന് പറയുന്ന ഐഡിയ ആയിട്ട് വന്നത്. പക്ഷെ GST വന്നു കഴിഞ്ഞപ്പം ഇറ്റ് ക്രിയേറ്റഡ് എ പ്രോബ്ലം ഓഫ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ. വാട്ട് ഇസ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ? അതായത് your inputs are taxed higher and output is taxed lower. അതായത് റോ മെറ്റീരിയൽസിൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് എന്ന് പറയുന്നത് ഫൈനൽ ഔട്ട്പുട്ടിനേക്കാളും കൂടുതലാണ്. ഇങ്ങനെ ഒരു പ്രോബ്ലം ആക്ച്വലി ഇന്ത്യയിലുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ദിസ് പ്രോബ്ലം എക്സിസ്റ്റ് ഇൻ അവർ ഷൂ ഇൻഡസ്ട്രീസ്. അതുപോലെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് കാണാൻ കഴിയുന്ന ഒരു എക്സാമ്പിൾ ആണ് നിങ്ങളുടെ പേപ്പർ ബാഗ്സ്. അപ്പൊ ഇവിടെയൊക്കെ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ ഇതുണ്ട്, അങ്ങനെ പല ഇൻഡസ്ട്രീസിലും ദിസ് പ്രോബ്ലം ആക്ച്വലി എക്സിസ്റ്റ്. അപ്പൊ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ മുമ്പ് 18% ആണ് റോ മെറ്റീരിയൽസിൽ ഇൻപുട്സിൽ ഇമ്പോസ് ചെയ്തിരുന്ന ടാക്സ് എങ്കിൽ 12% ആയിരുന്നു മോസ്റ്റ് ഓഫ് ദ ടെക്സ്റ്റൈൽസ് വന്നുകൊണ്ടിരുന്നത്. അതായത് ഔട്ട്പുട്ട് മോസ്റ്റ് ഓഫ് ദ ടെക്സ്റ്റൈൽസ് വരുന്നത് 12% ടാക്സ് റേറ്റിലും അതിന്റെ ഫാബ്രിക് വന്നുകൊണ്ടിരുന്നത് 18% ടാക്സ് റേറ്റിലായിരുന്നു. ഇതാണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ ന്യൂ റിഫോംസിൽ ഇതിനെ രണ്ടിനെയും കുറച്ചും കൂടി ക്ലോസർ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഒന്നുകിൽ എങ്ങനെ ഇതിനെ രണ്ടിനെ ക്ലോസർ ആക്കാം? ദ റോ മെറ്റീരിയൽസിന്റെ ടാക്സസ് ഇസ് ഹയർ ദാൻ ദ
tax imposed on the output. അതാണ് നമ്മുടെ inverted duty structure problem. ഇതിനെ എങ്ങനെ to bring these tax rates closer? How can the government bring these tax rates closer? ഒന്നെങ്കിൽ ഇത് കുറയ്ക്കുക, അതായത് ഇൻപുട്ടിൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സസ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഫൈനൽ ഗുഡ്സിൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സസ് കൂട്ടുക. ഇതാണ് ഈ ന്യൂ റിഫോംസിൽ കൊണ്ടുവന്ന മറ്റൊരു മാറ്റം. അതായത് അതെങ്ങനെ മാറ്റി? ഒരു ഫിക്സ്ഡ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ ഇമ്പോസ് ചെയ്തുകൊണ്ട്. എന്താണ് ഈ ഫിക്സ്ഡ് ഇമ്പോർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ? അതായത് മുമ്പ് പ്രോഫിറ്റ് ബേസ്ഡ് ആയിട്ടായിരുന്നു ഇത് ടാക്സസ് ഇമ്പോസ് ചെയ്തുകൊണ്ടിരുന്നത്. അതേസമയത്ത് ഇപ്പം ബേസ്ഡ് ഓൺ ദ പ്രൊഡക്ഷൻ, ഇത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ ഇന്ന് ടാക്സ് റേറ്റിൽ ഫോളോ ചെയ്യും. അങ്ങനെയുള്ളൊരു ഫിക്സ്ഡ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ ആണ് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് ഹൗ the government is actually trying to solve the problem of inverted duty structure. In inverted duty structure and exceptions ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. One is capital goods. What is capital goods? നേരത്തെ ഞാൻ പറഞ്ഞു inverted duty structure ന്റെ പ്രോബ്ലം നമ്മൾ കാണുന്ന കുറച്ച് സെക്ടേഴ്സ് ഉണ്ട്. One is textile, shoe industry. ലെതറിന് ഷൂവിനേക്കാളും ചിലപ്പം പ്രൈസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി, ഇവിടെ എല്ലാം ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിന്റെ പ്രോബ്ലം നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇതിന്റെ അകത്ത് ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത്, ഈ ഒരു പ്രോബ്ലം, അതായത് ഈ ഒരു ഇൻപുട്സ് ആർ ടാക്സ്ഡ് ഹയർ ദാൻ ദ ഔട്ട്പുട്ട്, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് യൂസ് ടു ഗിവ് റീഫണ്ട്സ്. ഓക്കെ, ഗവൺമെന്റ് റീഫണ്ട്സ് കൊടുക്കുമായിരുന്നു. ഇപ്പൊ ഗവൺമെന്റ് റീഫണ്ട്സ് കൊടുക്കുന്നത് തന്നെ ആ പ്രോഫിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇതിന്റെ ബേസിസിലായിരുന്നു മുമ്പ് ഈ GST 2.0ക്ക് മുമ്പ് കൊടുത്തോണ്ടിരുന്നത്. പുതിയ ടാക്സ് സ്ട്രക്ചറിൽ ഫിക്സ്ഡ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി വന്നപ്പോഴത്തേക്ക്, അതായത് ഗവൺമെന്റ് വിൽ ആക്ച്വലി റീഫണ്ട് ദിസ് ഗ്യാപ്പ്. ഇവിടെ ഇൻപുട്സിനാണ് കൂടുതൽ ടാക്സ് എങ്കിൽ അത് പ്രൊഡ്യൂസേഴ്സിന് അത് നഷ്ടം ഉണ്ടാക്കും, അല്ലെ? പ്രൊഡ്യൂസേഴ്സിന് നഷ്ടം ഉണ്ടാക്കുന്ന സമയത്ത് they will not sell enough, they will not produce enough goods. അപ്പോൾ അതിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് the government has actually started refunding the producers under this GST. ആ 2.0ൽ വന്നപ്പോൾ, പുതിയ റിഫോംസിൽ വന്നപ്പോൾ അതിനൊരു ഫിക്സ്ഡ് റേറ്റ് ഇത് ചെയ്തു. ഇവിടെ എക്സെപ്ഷൻസ് ഉള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റ് എല്ലാ ഇതിലും, അതായത് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന എല്ലാ ഇൻഡസ്ട്രീസിലും ഗവൺമെന്റ് റീഫണ്ട് ചെയ്യില്ല. അവിടെ രണ്ട് എക്സെപ്ഷൻസ് ഉണ്ട്. വൺ ഇസ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി. ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രിയിൽ നിങ്ങളുടെ വൈറ്റ് ഗുഡ്സ് വരുന്ന, അതായത് നിങ്ങളുടെ AC, വാഷിംഗ് മെഷീൻ, ഇങ്ങനത്തെ ഇലക്ട്രോണിക് ഐറ്റംസ് വരുന്ന ഇൻഡസ്ട്രീസിൽ വരുന്ന സെക്ടേഴ്സിൽ ഗവൺമെന്റ് വിൽ നോട്ട് റീഫണ്ട്. അതുപോലെ തന്നെ സർവീസസ് എന്തൊക്കെയാ? കൺസൾട്ടൻസി സർവീസസ്, ലീഗൽ സർവീസസ്, ചാർട്ടേഡ് അക്കൗണ്ടൻസി സർവീസസ്, ഇങ്ങനെയുള്ള സർവീസസ് ഹയർ ചെയ്യുന്ന സെക്ടേഴ്സിലാണെങ്കിലും ഗവൺമെന്റ് വിൽ നോട്ട് റീഫണ്ട് ദ ഇൻവേർട്ടഡ് ഡ്യൂട്ടി. ഇതാണ് പ്രോബ്ലം ഓഫ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ. ആൻഡ് GST will actually, the new reforms will actually help to resolve this problem. Now, what was the GST rate before? പണ്ടത്തെ GST റേറ്റ് എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ എങ്ങനെയായിരുന്നു? നമ്മളൊരു എസെൻഷ്യൽ കുറച്ച് ഗുഡ്സിന്റെ മാത്രം നമുക്ക് നോക്കാം. മുമ്പ് ഈ ഹെയർ ഓയിൽ, ഷാംപൂ, ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ഇതെല്ലാം 18% ടാക്സ് സ്ലാബിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ആൻഡ് ദാറ്റ് ഹസ് ബീൻ പുട്ട് അണ്ടർ 5% ടാക്സ് സ്ലാബ് അണ്ടർ ദ ന്യൂ GST. ബട്ടർ, ഗീ, ചീസ്, ഇത് ഒരു ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ടോയ്ലറ്റ് സോപ്പ്, ടൂത്ത് ബ്രഷസ്, ഷേവിംഗ് ക്രീം, ടൂത്ത് പേസ്റ്റ്, ഇതെല്ലാം ഹയർ ടാക്സ് റേറ്റിലായിരുന്നു. Now, butter, ghee, cheese, dairy spreads, ഇതെല്ലാം 12% to 5% ആക്കി. If you see, most of the daily essentials that fall under 5% now. ഹെൽത്ത് കെയർ സെക്ടറിലാണ് ഏറ്റവും ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു മാറ്റം വന്നത്. മുമ്പ് we used to pay GST for our life insurance car. ഇപ്പം അത് 18% ആയിരുന്നു നിന്ന് nil ആക്കി മാറ്റി. അതായത് we don't have to pay GST on the insurance car. അതുപോലെ തന്നെ മെഡിക്കൽ അപ്ലയൻസസ്, തെർമോമീറ്റർ, ഡയഗ്നോസ്റ്റിക് കിറ്റ്സ്, ഇതിന്റെ എല്ലാം 5% കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നു. ഇഫ് യു സി എഡ്യൂക്കേഷന്റെ പെൻസിൽ, ഷാർപ്നർ, ക്രയോൺസ്, ഇതിന്റെ എല്ലാം 12% ഉണ്ടായിരുന്നതിൽ നിന്ന് നില്ലാക്കി മാറ്റി. ഇതൊരു വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. എഡ്യൂക്കേഷൻ സെക്ടർ, ഹെൽത്ത് സെക്ടർ. ദെൻ ഓട്ടോമൊബൈൽസിലും അതാണ്. നമ്മൾ ഒരുപാട് ട്രോൾസ് ഒക്കെ ഈ ഇടയ്ക്ക് കണ്ടായിരുന്നു, അല്ലെ? ഓണത്തിന് മുമ്പ് കാറ് വാങ്ങിച്ചതിന്റെ അവസ്ഥയും ഇപ്പൊ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ കുറെ ട്രോൾസ് ആൻഡ് മീംസ് കണ്ടതാണ്. വാട്ട് ഹാപ്പൻ ഇൻ ദ ഓട്ടോമൊബൈൽ സെക്ടർ? 28% ആയിരുന്നത്, ഇറ്റ് ഹാസ് ബിക്കം 18%. ഫാമേഴ്സ് ആൻഡ് അഗ്രികൾച്ചറിലും കൂടുതൽ 18% നിന്ന് എല്ലാം 5% ടാക്സ് സ്ലാബിലേക്ക് വന്നു. മുമ്പ് മെജോറിറ്റി വാസ് ഇൻ ദ 12% ടാക്സ് സ്ലാബ്, അതിനെ ഇപ്പൊ 5% ടാക്സ് സ്ലാബിലേക്ക് മാറ്റി. ഇലക്ട്രോണിക് അപ്ലയൻസസ് 28% ആയിരുന്നത് 18% ആക്കി മാറ്റി. സോ ഇഫ് യു സി, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 90% ഓഫ് ദ ഗുഡ്സ് വിച്ച് ഫോൾ അണ്ടർ
28%, which fell under 28% tax slab before, that has come to 18%. അതുപോലെ തന്നെ 90% of the goods which was earlier under 12% has now come to 5% tax slab. ഇങ്ങനെയാണ് ന്യൂ GST റിഫോംസിൽ വന്ന കുറച്ച് മാറ്റങ്ങൾ. അപ്പൊ ഇതുകൊണ്ട് എന്താണ് സംഭവിച്ചത്, എന്ത് മാറ്റമാണ് ഇത് ആക്ച്വലി ഉണ്ടാക്കിയത്? ഇറ്റ് ഹാസ് ആക്ച്വലി മെയ്ഡ് ദ എസെൻഷ്യൽ ഗുഡ്സ് ചീപ്പർ. അല്ലെ, നമ്മൾ ദിവസവും യൂസ് ചെയ്യുന്ന ഗുഡ്സിനെ മോർ ചീപ്പർ ആക്കി. When goods become more cheaper, what will happen? People will demand more of the goods. അപ്പൊ കൺസപ്ഷനെ ഇത് ആക്ച്വലി ബൂസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ നെക്സ്റ്റ് ജനറേഷൻ GST റിഫോംസ് ടോക്സ് അബൌട്ട് 7 pillars. What are the pillars? One is building on the success of GST. That is one nation, one tax. ഈ നേരത്തെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ടാക്സ് സ്ട്രക്ചർ ആയതുകൊണ്ട്, അതായത് 4 സ്ലാബ്സ് വരുമ്പോഴത്തേക്ക് the producers were also confused, the customers were also confused, which could fall under which category എന്നൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. And that has led to a lot of tax evasion in the country. അപ്പോൾ നമ്മുടെ കോൺസെപ്റ്റ് തന്നെ എന്താണ്? One nation, one tax, to make the tax structure simplifier എന്നുള്ളതാണ് ഗവൺമെന്റ് is actually looking for. അതിനു വേണ്ടിയിട്ടാണ് 2.0 പുതിയ റിഫോംസും കൊണ്ടുവന്നിരിക്കുന്നത്. Simpler two-tier structure, rationalizing rates for fairer taxation, simplifying the filing through technology. അതായത് കൂടുതൽ ഈസിയർ ആകുമ്പോഴത്തേക്ക് ടാക്സ് ഫയലിംഗ് വിൽ ഓൾസോ ബിക്കം മോർ ഈസിയർ. പുട്ടിംഗ് കൺസ്യൂമേഴ്സ് ഫസ്റ്റ്, അല്ലെ, കൂടുതൽ എസെൻഷ്യൽസ് 5% കാറ്റഗറിയിൽ 5% ടാക്സ് സ്ലാബിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് ദാറ്റ് ഗുഡ്സ് വിൽ ബിക്കം ചീപ്പർ ഫോർ ദ കൺസ്യൂമേഴ്സ്. അങ്ങനെ കൺസംഷനെ കൂട്ടുക എന്നുള്ളത്, പുട്ടിംഗ് ദ കൺസ്യൂമേഴ്സ് ഫസ്റ്റ്. എംപവറിംഗ് ദ MSMEs ആൻഡ് മാനുഫാക്ചറേഴ്സ്, അല്ലെ, കൂടുതൽ കൊമോഡിറ്റീസ് ഈ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് MSMEസിനെയാണ്, അതിൽ ഈ ബിസിനസ് സെക്ടറിനെയാണ് അത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. സ്ട്രോങ്ങർ സ്റ്റേറ്റ്സ്, സ്ട്രോങ്ങർ ഭാരത്. ലോവർ ടാക്സസ് മീൻസ് ഹയർ സ്പെൻഡിങ്. When taxes are lower, people will spend. Goods will become cheaper. So people will spend more on these goods. Consumption നമ്മുടെ നാട്ടിൽ കൂടും. Now, what are the implications? One, as I said before, boost consumption. അല്ലെ, ഇന്ത്യയുടെ സേവിങ്സ് റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. സേവിങ്സ് കുറയുമ്പോഴത്തേക്ക് കൺസംപ്ഷൻ വിൽ ഓട്ടോമാറ്റിക്കലി ഫോൾ. സേവിംഗ് കുറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വിൽ ഫോൾ, ആൻഡ് ദാറ്റ് ക്യാൻ ലീഡ് ടു, ഇൻ ദ ലോങ്ങർ റൺ ഇറ്റ് ക്യാൻ ലീഡ് ടു എ ഫോൾ ഇൻ ദ കൺസംപ്ഷൻ. അപ്പൊ കൺസംപ്ഷൻ ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ക്യാൻ ലീഡ് ടു എ ഗ്രോത്ത് ഇൻ ദ economy. So this GST reforms that will boost the consumption in the country, and when consumption increases, what will happen? Standard of living of people will also increase, and as a result the industries will benefit. അല്ലെ, നേരത്തെ പറഞ്ഞ ടാക്സ് ഫയലിംഗ് കൂടുതൽ ഈസിയാവും, ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ പ്രോബ്ലം വിൽ ബി എലിമിനേറ്റഡ്. അങ്ങനെ ഇൻഡസ്ട്രീസ് വിൽ ഓൾസോ ബെനിഫിറ്റ്, ആൻഡ് ഓവറോൾ ദ മാർക്കറ്റ് വിൽ ബെനിഫിറ്റ്. കൂടുതൽ ഡിമാൻഡ് വരുമ്പോൾ കൂടുതൽ സപ്ലൈ ഉണ്ടാവും, ദ ഇക്കോണമി വിൽ ഗ്രോ അറ്റ് ഹയർ റേറ്റ്. അങ്ങനെ ഓവറോൾ ദർ വിൽ ബി എ balance. So market will also benefit from it. So this is all about the GST. ഇനി GST യിൽ ആരാണ് ഡിസിഷൻ എടുക്കുന്നത്? So we talked about the 56th GST Council has taken this decision. So what is the relevance of GST Council? This is a very static portion for your UPSC. And the GST Council, which article talks about GST Council? Article 279A talks about the GST Council. So 279A GST Council decisions. Who is actually the chairman of the GST Council? Is the Finance Minister. So GST Council is chaired by the Finance Minister. It has finance ministers from the states and union territories as its members. In the GST Council decision is based on majority. That is 75% is the majority which is required. Is 75% 1/3 is from the states. 1/3 ആണ് സ്റ്റേറ്റിന്റെ ഷെയർ എന്ന് പറയുന്നത്. 2/3 ഷെയർ എന്ന് പറയുന്നത് സ്റ്റേറ്റ്, 1/3 ആണ് സെൻട്രലിന്റെ ഷെയർ. 2/3 ഷെയർ എന്ന് പറയുന്നത് is by the state. അതായത് ഒരു ഡിസിഷൻ പാസ് ചെയ്യണമെങ്കിൽ സെൻട്രൽ മാത്രം വിചാരിച്ചാൽ പാസ്സാക്കാൻ കഴിയത്തില്ല. This is approximately 33%. This is approximately 66%, right? അതായത് GST Council സ്റ്റേറ്റ്സിനെ കൂടി കോൺഫിഡൻസിൽ എടുത്താൽ മാത്രമേ ഒരു ഡിസിഷൻ അവർക്ക് പാസ്സാക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ ഇത് സെൻട്രൽ ആണ് ഡിസിഷൻ. സെൻട്രൽ വിൽ പാസ് ദ ഡിസിഷൻ ടു ദ GST Council. അവരാണ് അത് ഫോർമലൈസ് ചെയ്ത് ഡിസിഷൻ ആക്കി പറയുന്നത്. പക്ഷെ അവർ വിചാരിച്ചാൽ മാത്രം അതൊരു പാസ്സാക്കാൻ കഴിയില്ല. They should get the support from the state as well, because 2/3 of the state should support the decision. Only then it can be passed, it can be implemented. അപ്പോൾ 66% ആണ് സ്റ്റേറ്റിന്റെ ഷെയർ, 33% ആണ് in the majority ഷെയർ വേണ്ടത്. Okay, so that's all about GST. നിങ്ങൾക്ക് GST 2.0 കുറിച്ചുള്ള ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.
Gallant IAS, chasing your passion to ace.